5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ക്രൈം കോമഡി ചിത്രമായ സൂക്ഷ്മദർശിനിയിലൂടെ മലയാള സിനിമാ മേഖലയിലേക്ക് തിരിച്ചുവന്ന നസ്രിയ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. കുറച്ചു മാസങ്ങളായി നടി ഇവയിലൊന്നും സജീവമല്ല. ഇതിന്റെ കാരണമാണ് നടി ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത്. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന് കരുതുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഞാൻ എല്ലായിടത്തു നിന്നും മാറി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കാനാണ് ഈ കുറിപ്പ്. എല്ലാ കാര്യങ്ങളിലും സജീവമായിരുന്ന ആളായിരുന്നു ഞാൻ എന്നെല്ലാവർക്കും അറിയാമല്ലോ. പക്ഷേ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വൈകാരികമായും വ്യക്തിപരമായും ചില പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോവുകയായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് എന്നെ എവിടെയും കാണാതിരുന്നത്. എന്റെ 30ാം പിറന്നാൾ, പുതുവത്സരം, സൂക്ഷ്മദർശിനി എന്നീ ചിത്രത്തിന്റെ വിജയാഘോഷം തുടങ്ങിയ എന്റെ ജീവിതത്തിലെ നല്ല ചില നിമിഷങ്ങൾ എനിക്ക് ആഘോഷിക്കാനായില്ല. എനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാതിരുന്നതിനും ആരുടെയും കോളിനും മെസ്സേജുകൾക്കും മറുപടി തരാതിരുന്നതിനും എന്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം നിങ്ങൾക്കുണ്ടായ വിഷമത്തിനും അസൗകര്യത്തിനും ക്ഷമ ചോദിക്കുന്നു. ഞാൻ എല്ലാ തരത്തിലും ഒതുങ്ങിക്കൂടുകയായിരുന്നു. ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാൻ ശ്രമിച്ച സഹപ്രവർത്തകരോടും ക്ഷമ ചോദിക്കുന്നു. ഞാൻ കാരണം എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുവെങ്കിൽ ക്ഷമിക്കണം. സന്തോഷകരമായ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്നലെ മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എനിക്ക് ലഭിച്ചു. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഒപ്പമുണ്ടായിരുന്ന മറ്റു നോമിനികൾക്കും വിജയികൾക്കും ആശംസകൾ. ഇത് അതീവ ദുർഘടം പിടിച്ച യാത്രയായിരുന്നു. പക്ഷേ ഞാൻ ഇതെല്ലാം അതിജീവിച്ചു വരികയാണ്. ഓരോ ദിവസവും നല്ല മാറ്റമുണ്ടാകുന്നു. എന്നെ മനസ്സിലാക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരോട് നന്ദി അറിയിക്കുന്നു. പൂർണ്ണമായും പഴയ പോലെ ആകാൻ എനിക്ക് കുറച്ച് സമയം വേണം. പെട്ടെന്ന് എല്ലായിടത്തും നിന്നും ഞാൻ അപ്രത്യക്ഷമാകാനുള്ള കാരണം എന്റെ കുടുംബത്തെയും കൂട്ടുകാരെയും ആരാധകരെയും അറിയിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇന്നിതിവിടെ കുറിക്കുന്നത്. എല്ലാവരോടും സ്നേഹം. ഞാൻ തിരിച്ചു വരും. നിങ്ങളെല്ലാവരും എനിക്ക് തരുന്ന അചഞ്ചലമായ പിന്തുണയ്ക്ക് നന്ദി. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.